ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ സെലിബ്രിറ്റി ഹനാൻഷനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിവിടെ കോട്ടയ്ക്കൽ പറമ്പലങ്ങാടി ഒരു ഐഫോണിൻ്റെ ഷോപ്പ് ഇനോഗ്രേഷൻ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഹനാൻഷ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണി ആവാനായിട്ടുണ്ട്. ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അവിടുന്ന് സൗണ്ടൊക്കെ കേൾക്കും. നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. വർക്ക് നേരത്തെ കഴിഞ്ഞു, നമ്മുടെ നേരത്തെ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഹനാൻഷനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം, നിങ്ങൾക്കും കാണാം. നമ്മൾ എല്ലാവരും പോണില്ല, അക്കേഷയും ഞാനും പ്രക്ഷോഭവും കൂടിയിട്ടാണ് പോണത്. ഇപ്പോൾ പ്ലാന് അവിടുന്ന് ആരൊക്കെ ഉണ്ട് നമുക്കറിയില്ല. അക്കേഷ അപ്പോൾ അവളുടെ റൂമിലുണ്ട്. അപ്പോൾ അവളെയും വിളിച്ചിട്ട് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് നടക്കേണ്ട ദൂരമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എങ്ങനെ പോകണം അറിയില്ല, എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഗ്യാസ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. VIP ഗസ്റ്റ് ആണ് ഗ്യാസ് നമ്മൾ. എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞു വാ. അപ്പോൾ അക്കേഷ അതാ വരുന്നു ഗ്യാസ്. കഴിഞ്ഞാ പോവാ നമുക്ക്. ഓക്കെ, അത് ഞങ്ങൾ എത്തുമ്പോഴേക്കും കാണുമെന്ന് അറിയില്ല ഗൈസ്. ഏകദേശം പരിപാടി പകുതി ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ ഭാഗ്യം പോലെ കാണാൻ പറ്റണേ കാണാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഹനാൻഷനെ കണ്ടു. മൂഞ്ചി പോയി ഗൈസ്. ഞങ്ങളെ ഭാഗ്യം കൊണ്ട് കാണാൻ പറ്റിയില്ല ഗൈസ്. അവിടെ പോയി ഇവരൊക്കെ കളിയാക്കുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, എല്ലാരും ഹനാൻഷനെ കണ്ടിട്ട് വരികയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞുള്ള ഭാഗ്യമില്ല, കുറച്ച് ഭാഗ്യം കൂടുതലായോണ്ട്. എന്താലേ ഡ്രസ്സൊക്കെ മാറി വന്ന് സെറ്റായി. ഇവിടുത്തെ ഷോപ്പൊന്നും ഒരു പയ്യ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞ കളിയൊക്കെയാണ് കേസ്. സാരല്ല, ഇൻഷാല്ലാ നമുക്ക് കാണാം. അല്ലാത്തില്ലെങ്കിൽ ഇപ്പം എന്താ, ഭാഗ്യമില്ല ഇതിന്. അത്രയോട് വിചാരിച്ചാൽ മതി. കുഴപ്പമില്ല, ഞാൻ ഒരാളെ കാണിച്ചാൽ കേട്ടോ. റെഡിയായി നിൽക്കുകയാണ് അവൻ. ഡാ 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 നോക്കടാ നോക്കടാ. നമുക്ക് കേസ് റൂമിന്റെ വണ്ടിയുടെ കീ കൊടുക്കാണ്ട് ഇവിടുത്തെ ശ്രീലാലേട്ടൻ്റെ ഇടാം. അപ്പം അത് കൊടുത്തിട്ട് നമുക്ക് നേരെ റൂമിൽ പോവാം. ഭയങ്കര നഷ്ടമായി കേസ്. ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സാരല്ല ഗായ്സ്, നമ്മളിപ്പോൾ എവിടെ എത്തി? റൂമിലെത്തിയിരിക്കുന്നു. എന്താണെന്ന് അറിയില്ല, ആ ഒരു മൂടൊക്കെ പോയി. സത്യം പറഞ്ഞ നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ കേസ് പോയത്. സാരല്ല, പോട്ടെ, കുഴപ്പമില്ല. നമുക്കതിനുള്ള ഭാഗ്യമായിട്ടില്ല. കാണാം, എപ്പോഴും കാണാമല്ലേ. പക്ഷേ എന്നോട് എല്ലാവരും പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട. പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്തിനിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്നുള്ള വേണ്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചു ഗേസ്. നമ്മൾ ഹനാൻഷനെ കണ്ടിട്ട് വരാൻ നിങ്ങും കാണിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എന്താ പറയുക, വീഡിയോ എടുത്തതല്ല, എന്തായാലും അപ്ലോഡ് ചെയ്യാം. 5 മണിക്ക് അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കറിയില്ലായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവം. 5 മണി പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 6-7 മണിക്ക് ആവും തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ആ സമയത്തിന് വന്നു തോന്നുന്നവൻ. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇന്നെൻ്റെ ഷെഡ്യൂൾ 9 മണി വരെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ 8:30 പൊക്കെ പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വേറെ റെഡി ആയിട്ട് പോകുന്നൊക്കെ പറഞ്ഞതാണ്. റെഡി ആയി വർക്ക് കഴിഞ്ഞ് അവിടുന്ന് റൂമിക്ക് വന്നിട്ടോ ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഞാൻ ഹലോ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണ്. ചെന്നപ്പോൾ എന്താ, അവിടെ വേറെ പയ്യനുണ്ടായിരുന്നു. അവർ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് പരിപാടി. അപ്പോൾ ഞാനൊരു പയ്യനോട് ചോദിച്ചു, എടാ ഹനാൻഷ അവിടെ പോയി ചോദിച്ചപ്പോൾ ഹനാൻഷി പോയി അവിടെ പരിപാടിയും കഴിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങളോട് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അഞ്ഞു പോയിട്ട് കാര്യമില്ലാറും. സാരില്ല, പോട്ടെ. എന്നാലും ഇവിടെ ഉള്ളവരൊക്കെ എന്നെ കളിയാക്കുക കേസ്. ഇന്നല്ല മറ്റവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ കളിയാക്കുക, ഡ്രസ്സൊക്കെ മാറി അയ്യേ പാവങ്ങളെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്ക് കാണാമല്ലോ, ഇനി ഓരോരോ പരിപാടിയിലാവാൻ വരുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സമയത്ത് കാണാം. അപ്പം ഞാൻ എൻ്റെ വീഡിയോടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങൾ എന്നെ കളിയാക്കരുത് കേട്ടോ ഗേസ്. അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് കുറച്ച് നടന്നാൽ മതി. കാണില്ല, ഡയറക്റ്റ് കാണില്ല, കുറച്ച് നടന്നാൽ മതി. പക്ഷേ എന്തേന്നാവും, സമയം ഭയങ്കര ലേറ്റ് ആയിപ്പോയി. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. കുറേ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം. സാരല്ല. അപ്പോൾ ഗേസ്, ഞാൻ എൻ്റെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് നല്ലത് പോന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. വിചാരിക്കാത്തൊരു വീഡിയോ ആണ് ഗേസ് ഇത്. സാരല്ല. ഓക്കെ, ബൈ ബൈ.